വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9 അധ്യായം 9 മുതൽ 13 വരെയുള്ള വചനങ്ങളിൽ വചനം പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ബലിയല്ല, കരുണയാണ് ഈശോ ആഗ്രഹിക്കുന്നത്. നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ് ഈശോ വന്നിരിക്കുന്നത്. ഈ വചനം നമുക്ക് മനസ്സിലാക്കി തരുന്നത് നാം പാപം ചെയ്താലും കുഴപ്പമില്ല എന്നല്ല. എന്നാൽ പാപികളാണ് നമ്മൾ. ഈശോയെ അറിഞ്ഞ് ഈശോ വിശ്വസിക്കാൻ ഈശോ നമുക്ക് അവസരം തരികയും അപ്പോൾ നമ്മുടെ പാപങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവ് ഈശോ നമുക്ക് തരികയും ചെയ്യുമ്പോൾ നാം നമ്മുടെ പാപങ്ങളെക്കുറിച്ച് കുറച്ച് പശ്ചാത്തപിച്ച് പാപം ഉപേക്ഷിക്കാൻ പരിശ്രമിക്കുകയും അതിനുള്ള കൃപയ്ക്കാ ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്ത് പാപമോചനം സ്വീകരിച്ച് നമ്മുടെ പാപമോചനത്തിനും നിത്യരക്ഷയ്ക്കുമായി ഈശോ കാൽവരി ചിന്ത തിരിശരീര രക്തങ്ങൾ യോഗ്യതയോടെ വിശുദ്ധ കുർബാനയോടെ സ്വീകരിക്കുമ്പോൾ പാപികളായ നമുക്ക് ഈശോയുടെ രക്ഷ, അതായത് നിത്യജീവിതം ഈശോയോട് നമുക്ക് ലഭിക്കുന്നു. അതുകൊണ്ടാണ് പാപികളെ നമ്മളെ വിളിക്കാനും രക്ഷിക്കാനുമായാണ് ഈശോ വന്നിരിക്കുന്നതെന്ന് ഈശോ വചനങ്ങളെ പഠിപ്പിക്കുന്നത്. രോഗിയായ ഒരു മനുഷ്യൻ തനിക്ക് രോഗം പിടിപെട്ടിട്ടുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ ഒരു വൈദ്യനെ സമീപിക്കുന്നു. വൈദ്യൻ കൽപ്പിക്കുന്ന മരുന്നുകൾ കഴിക്കുമ്പോൾ അയാൾക്ക് സൗഖ്യം കിട്ടുന്നു. പാപികളായ നാം ഈശോ കൽപ്പിച്ചിരിക്കുന്നതും പഠിപ്പിച്ചിരിക്കുന്നതും അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഈശോയിലൂടെയുള്ള രക്ഷ കിട്ടുന്നു. ആളെ കൃപയ്ക്കാത്ത ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് വചനം നമ്മെ ഓർപ്പിക്കുന്നു. ബലിയല്ല, കരുണയാണ് ഈശോ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈശോ വിശ്വസിക്കുകയും പ്രാർത്ഥനകളും കൂതാശകളും നിറഞ്ഞൊരു ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽപ്പെട്ട കരുണയും സ്നേഹവും നന്മയും വിശ്വസ്തയും ഒക്കെ ഉണ്ടായിരിക്കണം. അതിന് ഈശോ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെക്കാൾ അധികം, അല്ലെങ്കിൽ പ്രാർത്ഥനാ ജീവിതത്തിനൊപ്പം തന്നെ പ്രാധാന്യം കൊടുക്കുന്നെന്ന് ഈ വചനം നമുക്ക് മനസ്സിലാക്കി തരുന്നു. അതിനാൽ മറ്റുള്ളവരെ സ്നേഹിക്കാനും കരുണ കാണിക്കാനും അവരുടെ നന്മ ആഗ്രഹിക്കാനും അതിനായി പ്രാർത്ഥിക്കാനും നാം പ്രത്യേകം ശ്രമിക്കണം. ആ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന നമ്മിൽ നല്ല ഫലങ്ങളാണ്. ആളെ കൃപയ്ക്കാണ് നാം ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിക്കുമെന്ന വചനം നമ്മെ ഓർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നല്ല ഫലങ്ങൾ നമ്മളില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ഫലദായകമായി മാറാതെ വന്നേക്കാം എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈശോ വിശ്വസിച്ച് പാപങ്ങൾ തിരിച്ചറിഞ്ഞ് പാപം ഉപേക്ഷിച്ച് പാപമോചനം സ്വീകരിച്ച് ഈശോയുടെ തിരുശരീരത്വങ്ങളുടെ യോഗ്യതയാൽ ഈശോയോടുള്ള രക്ഷ പാപികളെ നമുക്ക് ലഭിക്കാനും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായ കരുണയും സ്നേഹവും നന്മയും നമ്മുടെ പ്രവൃത്തിയിൽ നിറയാനുള്ള കൃപയ്ക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സുവിശേഷ പഠനം ഇഷ്ടപ്പെടുകയും കുട്ടികൾക്കും മറ്റുള്ളവർക്കും സുവിശേഷം പങ്കുവയ്ക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുമല്ലോ. ദൈവം എല്ലാവരെയും സമത്വമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.